ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 1 ശ്ലോക 7. കഷ്ടാഹ തേ സൃഷ്ടിചേഷ്ടാഹ ബഹുതര ഭവഖേദാവഹ ജീവഭാജാം ഇതി ഏവം പൂർവം ആലോചിതം അജിതമയാ ന ഏവം അദ്യ അഭിജാനേ. नो चेज्जीवाः कथं वा मधुरतरं मिदं त्वद्वपुः चित्रसार्द्रं नेत्रैः श्रोत्रैः च पीत्वा परमरस सुधाम्भोधिपूरे रमेरन्. കഷ്ടാഹ, വളരെയേറെ കഷ്ടമായി തോന്നുന്നത്. തേ, അല്ലയോ ഭഗവാനെ. സൃഷ്ടി ചേഷ്ടാഹ, സൃഷ്ടി ചെയ്യുന്നതിൽ, അതായത് ജനിപ്പിക്കുവാൻ ചെയ്യുന്ന കർമ്മത്തിൽ, ചേഷ്ടാഹ കാര്യകർമ്മങ്ങളിൽ, ബഹുതര വളരെയധികം, ഭവ ഭഗവാനെ, ഖേദ ദുഃഖരഹിതമായിട്ടുള്ളത്, വഹ അനുഭവിക്കുന്നു, ജീവഭാജ ജീവജന്മങ്ങൾ, ഇതി ഈ ലോകത്തിൽ, ഏവം എല്ലാവരും, പൂർവം മുൻപെങ്ങോ, ആലോചിതം കരുതിയിരുന്നു, മനസ്സിലാക്കിയിരുന്നു, ആലോചിച്ചിരുന്നു, അജിത ആരെയും ജയിക്കുവാൻ സാധിക്കുന്നതായിട്ടുള്ളത്, മയ എൻ്റെ, ഞാൻ, ന ഇല്ലാത്തത്, ഏവം എല്ലാത്തിൻ്റെയും, അദ്യ ഇപ്പോൾ, അഭിജാനെ ചിന്തിക്കുവാൻ വേണ്ടിയുള്ളത്, നോ അങ്ങനെ, ചേത് സൃഷ്ടി പ്രവൃത്തി, ജീവാഹ ജീവാത്മാക്കൾ, കഥം ഇങ്ങനെയുള്ള സൃഷ്ടിഭേദ കഥകൾ, വാ വരുന്നു, മധുരതരം മാധുര്യം തുളുമ്പുന്നത്, ഇതം ഈ വിധം, ത്വത് ഭഗവാന്റെ, വപുഹു ശരീരം, ചിത് മനസ്സ്, രസാർദ്രം രസത്തെ ആർദ്രതമായിട്ടുള്ളത്, ആനന്ദകരവും ആർദ്രതരവും, നേത്രൈഹി നേത്രങ്ങൾ കൊണ്ട്, കണ്ണുകൾ കൊണ്ട്, ശ്രോത്രൈഹി ചെവി കൊണ്ട്, കേൾക്കുന്നത് കൊണ്ട്, ച എങ്ങനെ, പീത്വ കുടിക്കുക, രസിക്കുക, പരമരസ പരമാനന്ദത്തെ രസമായി തരുന്നത്, സുധാംഭോധി അമൃതമാകുന്ന സമുദ്രത്തിൽ നീന്തി തുടിക്കുന്നത്, പൂരെ ലയിക്കാൻ, രമേരൻ രമയുടെ ഭർത്താവായി, അതായത് രമ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാക്ഷാൽ മഹാലക്ഷ്മി, മഹാലക്ഷ്മിയുടെ ഭഗവാനാകുന്ന ആൾ, അതായത് സാക്ഷാൽ മഹാവിഷ്ണു. ബഹുതര ഭവഖേദാവഹ ജീവഭാജാം ഇത്യേവം പൂർവമാലോചിതമജിതമയാ നൈവമധ്യാഭിജാനേ. നോ ചേ ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ചിദ്രസാർദ്രം നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംഭോധിപൂരേ രമേരൻ. അല്ലയോ വളരെയേറെ കഷ്ടം തോന്നിക്കുന്നത് എന്തെന്നാൽ, ഭഗവാനെ ജനിപ്പിക്കുന്ന കർമ്മകാര്യങ്ങളിൽ വളരെയധികം ലയിച്ചിരിക്കുന്ന ആ ഭഗവാൻ എത്രത്തോളം നമ്മുടെ ദുഃഖം അനുഭവിക്കുന്നു, ഈ ജനങ്ങൾ എങ്ങനെയാണ് ഒരു ദുഃഖം അനുഭവിക്കുന്നു ഈ ലോകത്തിൽ എല്ലാം അതിനു മുമ്പ് തന്നെ കരുതിയിരിക്കുന്നു. അതായത് ആരാലും ജയിക്കുവാൻ സാധിക്കാത്തവൻ എന്ന ആ ഭഗവാൻ തന്നെയാണ് മനുഷ്യ ജീവജാലങ്ങളും ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ഒരു
കഷ്ടത അനുഭവിക്കുന്നത്. അതായത് ജനിച്ചു കഴിഞ്ഞാൽ ഏതു വിധത്തിലെങ്കിലും ഒരു കഷ്ടം അവർക്ക് ഉണ്ടാകും. എപ്പോഴും സുഖമാത്രമായി ഒരു ജന്മവും ഇവിടെ ജനിക്കുന്നില്ല. ഇപ്പോൾ അത് എനിക്ക് ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഓരോ ജന്മവും ഭഗവാന്റെ അംശമായി ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കഷ്ടത അനുഭവിക്കുന്നത്? അങ്ങനെ സൃഷ്ടിപ്രവൃത്തിയിലൂടെ ജീവാത്മാക്കൾ ഇവിടെ സൃഷ്ടിച്ചു വരുമ്പോൾ വളരെയധികം മാധുര്യം തുളുമ്പും വിധം ആ ഭഗവാന്റെ ആ ഒരു ശരീരത്തെ, ആ ഒരു വിഗ്രഹത്തെ നമുക്ക് ഗുരുവായൂരിൽ കാണുവാൻ സാധ്യമാണ്. അത് ആ ഒരു വിഗ്രഹം, ആ ഒരു നോട്ടം, ആ ഒരു കണ്ണുകൾക്ക് ആനന്ദകരവും മനസ്സിന് ആർദ്രതരവും ലഭിക്കുന്നു. ആ ഭഗവാന്റെ രൂപത്തെ ഞാനിതാ കണ്ണുകൊണ്ടും ആ ഭഗവാന്റെ ശ്രോത്ര ഗീതങ്ങൾ എൻ്റെ ചെവി കൊണ്ടും ഞാൻ ഇതാ കുടിക്കുന്നു അല്ലെങ്കിൽ രസിക്കുന്നു. ആ പരമാനന്ദമാകുന്ന രസത്തെ, ആ അമൃതമാകുന്ന സമുദ്രത്തിൽ ഞാൻ നീന്തി തുടിക്കുന്നു. അങ്ങനെ ലയിച്ചു കിടക്കുന്ന അല്ലയോ ഗുരുവായൂരപ്പ, ഇവിടെ ഭഗവാന്റെ ആ ഒരു ഗുരുവായൂരിലുള്ള വിഗ്രഹത്തിന്റെ മാഹാത്മ്യത്തെക്കുറിച്ചും ആ ഒരു സ്വരൂപത്തിന്റെ ആ ഒരു പൂർണ്ണതയായിട്ടുള്ള ആ ഒരു സാത്വിക രൂപത്തിലൂടെ നമുക്ക് എങ്ങനെയാണോ ഈ ജന്മത്തിലുള്ള എല്ലാ കഷ്ടതകളും നീക്കുവാൻ സാധിക്കുക എന്നതാണ് ഈ അവസരത്തിൽ പറയുന്നത്. താങ്ക് യു.